ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. ഒട്ടും എണ്ണയൊന്നും ചേർക്കാണ്ട് അതുപോലെ തന്നെ ഓയിലൊന്നും ഫ്രൈ ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് നല്ല കറുമുറാന്ന് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിടില സ്നാക്സാണ്. ഈ സ്നാക്സ് ചെയ്തെടുക്കാനാണെങ്കിലും വലിയ പാടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ കൊണ്ട് ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ കിടില സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സ്നാക്സിൻ്റെ മിക്സ് റെഡിയാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയൊക്കെ ആയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഗോതമ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയായിരിക്കും നല്ലത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് മൈദ അത്രയും മതിയാവും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് അരിപ്പൊടിയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ അരിപ്പൊടി ചേർത്താൽ മതിയാവും. കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ സ്നാക്സ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മധുരത്തിനായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറച്ച് നേരത്തെ ഇറക്കി വെച്ച ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പൊടികളും അതേപോലെ തന്നെ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. അതിനുശേഷം ഇതിനകത്തേക്ക് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. അത് കുറച്ച് ഒഴിച്ച് സാധാരണ നമ്മളൊരു അപ്പത്തിൻ്റെ മാവൊക്കെ കലക്കിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് എത്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം എത്തിക്കാനായിട്ട്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ വാനില എസൻസും ഇതെല്ലാം കൂടി മധുരമൊക്കെ ചേർത്തതല്ലേ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കേണ്ട, ഓയിൽ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. റിഫൈൻഡ് ഓയിലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടും ഒരു 5 മിനിറ്റുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന മിക്സും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട, അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് നേരെ തന്നെ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാൽ കവറാട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ സൈഡൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ പാൽ കവറിലേക്ക് ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ആ പാൽ കവർ നന്നായിട്ടൊന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവൻ നമ്മുടെ ഈ കവറിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് മുറിക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഈ പാൽ കവർ തന്നെ വേണമെന്നില്ല, നമ്മൾ സ്നാക്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, അത് വേണമെങ്കിലും മതിയാവും. എന്താണെങ്കിലും കുറച്ച് കട്ടിയുള്ള കവർ വേണം, അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മിക്സ് മുഴുവൻ നമ്മളിത് കവറിലേക്ക് ഒഴിച്ച് അതിൻ്റെ സൈഡാണെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കവറിൻ്റെ അറ്റം ഉണ്ടല്ലോ, ഈ തുമ്പ്, അത് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് കയറ്റി കട്ട് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് ചെയ്തെടുക്കാൻ നേരത്ത് കറക്റ്റായിട്ട് വരില്ല. ഇതേപോലെ തീരെ നൈസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീരെ നൈസായിട്ട് തന്നെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളപ്പോൾ പാലൊഴിച്ച് മിക്സ് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തീരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഒരുപാട് കനത്തിലല്ലാതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാവും. അതിനുശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതിനങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പൊന്നുമില്ല, നമ്മുടെ വലയൊക്കെ ഇരിക്കുന്നത് പോലെ ഇതേപോലെയും കിട്ടും. ഗ്യാസ് ഒരുപാട് കൂട്ടി വയ്ക്കരുതേ, ഒട്ടും തന്നെ കനമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഗ്യാസ് അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ച് ഒന്ന് പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതേപോലെ ഇങ്ങ് ചുരുട്ടി നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. മറിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഇങ്ങ് റെഡിയായി വന്നോളൂ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സ്നാക്സിലൊന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വയ്ക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് കെട്ടിപ്പോവും. കണ്ടോ, ഇതേപോലെ തീരെ നൈസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറാകുമ്പോൾ ഇതേപോലെ പതുക്കെ ഇങ്ങ് ചുട്ടി നമുക്കിങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നേരത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അങ്ങ് വാടിപ്പോവും. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണെങ്കിൽ നമ്മുടെ അച്ചപ്പവും കുഴലപ്പമൊക്കെ കഴിക്കുന്ന ആ ഒരു ക്രിസ്പി ഫീലോടുകൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമ്മളിപ്പോൾ എടുത്ത ആ ഒരു 1/4 കപ്പ് മാവിനെ ഏകദേശം ഒരു 8-9 എണ്ണം വരെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരുമൊരാന്ന് നല്ല മധുരത്തിൽ ഇരിക്കുന്ന റെസിപ്പിയും കൂടിയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. മാത്രമല്ല ഒട്ടും തന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊന്നും കൂടിയാണ്. ഇത് കൂടാണ്ട് നമ്മൾ വേറെയും ഒരുപാട് റെസിപ്പീസൊക്കെ സ്നാക്സ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ എല്ലാ റെസിപ്പീസും ഉണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.